ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ജിനു കോട്ടയം എന്ന് പറഞ്ഞ ആളെ പറ്റിയിട്ട് അവരുടെ ചാനലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് സ്റ്റിൽ ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ച ചില കമൻസിൽ വന്ന കാര്യം ഇതാണ്: നിങ്ങൾ ആ സ്ത്രീയെ അവിഹിതത്തിന് കൂട്ടുപിടിക്കുകയാണോ, ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയാണോ, മീൻസ് അയാളുടെ ഇപ്പോഴത്തെ വൈഫ് വീണ എന്ന് പറയുന്ന ആ സ്ത്രീയെ കൂട്ടുപിടിക്കുകയാണോ, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഇവരുടെ വീഡിയോ അധികമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അയാളുടെ ആദ്യത്തെ ഭാര്യയെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വല്ലാതെ ചീത്ത വിളിച്ചിട്ട് ആ വീഡിയോ ഫുള്ളും അവരെ ചീത്ത വിളിക്കുന്നതാണ്. അതുകൂടാതെ ആ പെൺകുട്ടി അയാളുടെ ആദ്യത്തെ മോള് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന, അയാളെ പറ്റിയിട്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇവരെ പറ്റിയിട്ട് ഞാൻ അധികം വീഡിയോ കാണുമോ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇവരെ പറ്റിയിട്ട്. ഇപ്പം സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ആ വീഡിയോ കണ്ട ശേഷം, ഈ കമൻസ് വന്നതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യത്തുമില്ല, സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുമല്ല. എന്ത് കണ്ടിട്ടാണ്, എന്തു ക്വാളിറ്റി കണ്ടിട്ടാണ് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേണ്ടത്? സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എന്തു ക്വാളിറ്റിയാണ് അവരിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്? എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഈ ജിനു എന്ന് പറയുന്ന ആളുടെ ഇപ്പോഴത്തെ വൈഫിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശമായിട്ട് തോന്നിയൊരു കാര്യം, എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയാണ്. അത് ഒരു രീതിയിലും നമുക്ക് ഒരു സ്ത്രീകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരമ്മയുടെ ചിറകിൻ്റെ കീഴിൽ ഒരമ്മ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്വന്തം മക്കളെ ആയിരിക്കും. സ്വന്തം ജീവൻ കൊടുക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് എന്തിൻ്റെ തന്നെ പേരിലാണേലും 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ആ സ്ത്രീ ഇറങ്ങിപ്പോകുന്നത്. ഒരു ദിവസം എങ്ങനെ കാണാതിരിക്കാൻ പറ്റും അവനവൻ്റെ മക്കളെ? അതോ ചെറിയ കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. ആ കുട്ടികളെ ഇട്ടിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോരുന്ന ഒരു സ്ത്രീയെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയില്ല. പിന്നെ ഞാൻ അന്നും തനുജിയോട് പറഞ്ഞ കാര്യം, ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ പുറകെ നമ്മൾ നടക്കരുത്. അത് അന്നും എന്നും ഞാൻ അങ്ങനെ തന്നെ പറയൂ. അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ അനുഭവം വരാത്തത് കൊണ്ടാണ്, വന്നാലറിയാം എന്നുള്ള രീതിയിൽ. ശരിയാണ്, എനിക്ക് അവഗണന എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ചുറ്റും ഒരുപാട് ആളുകൾ ഇത് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഒരുപാട് ആളുകൾ ഈ അവഗണന അനുഭവിച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് അവരുടെ ആളുകളുടെ പുറകെ ബെഗ് ചെയ്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് ഫൈനലായിട്ട് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്ന വെറും പുച്ഛവും അവഗണനയും കൂടി അവരെ അങ്ങോട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അതിൽ ചില ആളുകൾ മാത്രം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വന്തം കാര്യം നോക്കി നല്ല ആർജവത്തോടെ തൻ്റെ അടുത്തോടെ ജീവിച്ച സ്ത്രീകളുണ്ട്. അവരൊക്കെ അവരുടെ അതേ അന്തസ്സിൽ സ്വന്തം കാലിൽ നിന്ന് നന്നായിട്ട് ജീവിക്കുന്നുമുണ്ട്. പിന്നെ ഈ അവഗണിച്ച് പോകുന്നവരൊക്കെ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലവും ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ നമ്മൾ വല്ലാണ്ടങ്ങ് സ്വീകരിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവരവരുടെ ഇഷ്ടം. എന്ത് തന്നെയായാലും ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം എന്തായാലും വിദൂരമല്ല. ഞാൻ ഒരിക്കലും അതിനെയല്ല, ഇവരുടെ അവിഹിതത്തെ അല്ല ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഈ സ്ത്രീക്ക്, തനുജ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഒരുപാട് മനസ്സിലാകുന്ന ഒരുപാട് പേരിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകളുടെ പുറകെ നടക്കരുത്. എന്തിനാണ് നടക്കുന്നത്? സ്വന്തം കാര്യം നോക്കി ഒരു കുഞ്ഞുണ്ടല്ലോ സ്നേഹിക്കാൻ, അതിനെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോഴും സാമ്പത്തികം പ്രശ്നമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. സാമ്പത്തികമില്ല, അയാൾ കൊടുക്കേണ്ടത് കൊടുക്കട്ടെ, ഇവരെങ്ങനെ ജീവിക്കും എന്നുള്ളതൊക്കെ ശരിയാണ്. അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ ചെയ്യാത്ത പക്ഷം നിയമത്തിന് പോലും പരിമിതികളുണ്ട്. ഇപ്പം നിയമപരമായിട്ട് ഈ കൊച്ചിൻ്റെ അവകാശങ്ങൾ നേടിയെടുത്താൽ പോലും അത് മേടിക്കണമെങ്കിലും പിന്നെ ഒരുപാട് നടക്കേണ്ടി വരും. ഇതിൻ്റെ പുറകെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഒരിക്കലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ നോക്കി തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരമ്മ സ്വയം ഏറ്റെടുത്ത് തന്നെ പറ്റുള്ളൂ. എങ്ങനെയും ജീവിച്ചല്ലേ പറ്റുള്ളൂ. തരുന്ന ആളോട്, ഈ കുഞ്ഞിനോട് കരുതലുള്ള ഒരാളോട് ഒരിക്കലും ചെന്ന് തെണ്ടേണ്ട ഒരാവശ്യവും ഇല്ല. അതുപോലെ ഇയാൾ ഇപ്പോഴത്തെ ഭാര്യയുടെ ഇയാളുടെ ഇപ്പോൾ ഉള്ള മോളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചും അതിനെ പുറത്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുത്തും ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട്
ഇയാളുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട്? ഈ ജിനു എന്ന് പറയുന്ന ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങളുടെ ആദ്യത്തെ കുട്ടിയല്ലേ ഇത്? അത് എത്ര സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ. നിങ്ങൾ ഇടയ്ക്കെങ്കിലും അവിടെ ഒന്ന് പോവുകയും ആ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്ത് പോവുകയും അതിന് ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുക, അതിൻ്റെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? നിങ്ങൾ മറ്റേ ഇപ്പോൾ കൂടെയുള്ള ആ ലേഡി പറയുന്നത് കേട്ട് മാത്രം അങ്ങനെ അങ്ങ് പോവുകയാണ്, ആ ഒഴുക്കിന് മാത്രം പോവുകയാണ്. ഭാര്യ അവഗണിച്ചു, അത് ശരി, പക്ഷേ കുഞ്ഞിനെ എന്തിനാ അവഗണിക്കണം? അത് നിങ്ങൾ ഈ ഭയങ്കര സംഭവമായിട്ട് പറയുന്ന ഈ ഒരു സ്ത്രീ ഭയങ്കര നല്ലതാണ്, സൂപ്പറാണ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഏറ്റവും അതുപോലെ 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയെ കുറ്റം പറയുന്നു. അവരൊരിക്കലും അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് ഒരു സ്ത്രീക്ക് വേണ്ട. കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് വേണ്ട, അമ്മയായ ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. അല്ലാതെ വസ്ത്രം മാറുന്നത് പോലെ അടുത്തയാളെ തേടിപ്പോകാൻ ആരെ കൊണ്ടും പറ്റും. ഞാനിപ്പോഴും പറയുന്നു, ഡിവോഴ്സ് ആകുന്നതോ രണ്ടാമത് കല്യാണം കഴിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. പരസ്പരം അംഗീകരിക്കാൻ പറ്റില്ല, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ആകുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല. കാരണം ആ തമ്മിൽ തല്ലി ഒരു വീട്ടിൽ 2 പേര് കലവെച്ച് കഴിയുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾക്ക് തന്നെയാണ് മാനസികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പോൾ അവർ സെപ്പറേറ്റ് ആയിക്കോട്ടെ. പക്ഷേ വേറൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ വേറൊരു കുടുംബം തകർത്തിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് വേറെ 2 കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അങ്ങനെയല്ല ഒരാളെ സ്വീകരിക്കേണ്ടത്. ഇനി അങ്ങനെ സ്വീകരിച്ചു ഇപ്പം പറയുന്നത് ഞാൻ കുഞ്ഞുങ്ങളെ മേടിച്ചു കൊടുത്തു, ഇപ്പം കാണാൻ പറ്റി, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി, ഇവരാണ് നോക്കുന്നതെന്നൊക്കെ. എവിടെ, എങ്ങനെ, എന്ത് കെയറാണ് ആ കുട്ടികൾക്ക് കിട്ടുന്നത്? ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കുന്നത് കൊണ്ടോ കുറച്ച് വസ്ത്രം കൊടുക്കുന്നത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അമ്മയുടെ സ്നേഹമാണ്. അത് അവർക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ 2 കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ? എവിടെയോ കൊണ്ടു നിർത്തി അവരെ പഠിപ്പിക്കുന്നു, എന്നിട്ട് ഇപ്പോൾ ഉള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അപ്പോൾ എത്ര കുട്ടികളുടെ മനസ്സാണ് നോക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ആക്ഷനും കൊണ്ട്. ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഒരാൾക്കും ന്യായീകരിക്കുന്നവരുണ്ടാകാം, അതെനിക്കറിയില്ല. അത് അവരുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ്, അവരുടെ ചിന്തകളിൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കില്ല. ഞാൻ പറയുന്നത് നമ്മളെ വേണ്ടാത്ത ഒരാളെ നമുക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം, അത് ഇന്നും എന്നും എപ്പോഴും ഞാനത് തന്നെ പറയും. ഒരാളുടെ പുറകെ നമ്മൾ നടന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് സ്ട്രഗിൾ ചെയ്ത് നോക്കാൻ പറ്റുന്നോ ആ രീതിയിൽ നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്ത് നടക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ഒരു കണിക പോലും. എൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യം അവർക്കില്ല. ഇനിയിപ്പം ഞങ്ങളുടെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്, നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുമായിരിക്കാം. നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കരുതെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് തന്നെ വെച്ചേക്കണം. അപ്പോൾ എനിക്ക് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അവരുടെ കുടുംബ രഹസ്യങ്ങൾ മുഴുവൻ ചുരണ്ടി കൊണ്ടുവന്ന് പബ്ലിക്കിലേക്ക് ഇടാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്തിനാണ് മറ്റുള്ളവർ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചുരണ്ടി കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ പബ്ലിക്കിൽ പറയുന്ന ഒരു കാര്യങ്ങൾ, ആ കാര്യത്തെക്കുറിച്ചിട്ട് മറ്റൊരു വ്യക്തി ഒരുപാട് ക്രൂശിക്കപ്പെടുകയും തെറിവിളി കേൾക്കുകയും ചീത്തവിളി കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് പറയാനായിട്ട് പബ്ലിക്കിന് അവകാശമുണ്ട്. ആ സ്ത്രീ എത്ര ക്രൂശിക്കപ്പെടുന്നു, അവരെങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും ഇപ്പം ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയെ കഴിഞ്ഞു ഫാർ ബെറ്ററാണ്. ബിക്കോസ് അവരവരുടെ മകളെ കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരിടത്തും പോയിട്ടില്ല, എപ്പോഴും ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ വായിന്നൊരു ചീത്ത വന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവർ തെറി വിളിക്കുന്നതായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പോലും കേട്ടിട്ടില്ല. നിങ്ങളുടെ വൈഫും കൂടെ എന്തൊക്കെയാണ് ഈ സ്ത്രീയെ വിളിച്ചു പറയുന്നത് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട്? അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സെൽഫായിട്ട് ഉണ്ടാകേണ്ട ചില കുടുംബ മഹിമ എന്ന് തന്നെ പറയാം. അത് അവർക്കുണ്ട്. അവർ വേറെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് ചെയ്യാൻ നോക്കിയാലും അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പോയതാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയും കൂടെ ഒരു വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് തനൂജ നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ, നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ എന്ന് പറയുന്ന സ്ത്രീ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കുന്നുണ്ട്. തനൂജ അയാളുടെ ഭാര്യയാണെന്ന് പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ പുറകെ നടന്ന ആ സ്ത്രീയെ മോശക്കാരിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം. എന്ത് തന്നെ ആയാലും അവർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെയും ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അവരുടെ കുഞ്ഞിനെ അവരെപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ട ബേസിക് ക്വാളിറ്റി അതൊക്കെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് ഏത് രീതിയിലും അവരെ ചീത്ത വിളിക്കാം എന്നുള്ളതല്ല ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇത്രയും കമൻസൊക്കെ വന്നപ്പം എനിക്ക് ഇത്രയൊന്നും പറയണമെന്ന് തോന്നി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്